ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ ഇരിക്കെ. നോ നോ, ഇരിക്കച്ചാ, വാ ഇരിക്കെ. അച്ഛാ, ഇപ്പോഴെന്റെ നേട്ടങ്ങൾക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടായത് അച്ഛൻ കൂടെ വന്നപ്പോ. കൺഗ്രാജുലേഷൻ രഘു സാർ. താങ്ക് യു. JR എന്ന പേര് എന്നെ ഒരുപാട് കുഴക്കിയിട്ടുണ്ട്. എന്താണ് അതിന്റെ പൂർണ്ണരൂപം എന്നറിയാൻ. പക്ഷേ ഇപ്പൊ മനസ്സിലായി. ജീവൻ രഘു. നേട്ടങ്ങളിലേക്ക് കൊതിച്ചപ്പോ അച്ഛനെ JR മറന്നില്ല. അച്ഛാ, അച്ഛനിവിടെ ഫുൾ ഫ്രീഡം ഉണ്ടായിരിക്കും. ഈ ഓഫീസ് അച്ഛന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഇനി മുതൽ JRന്റെ ജീവിതത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും എന്റെ അച്ഛന്റെ ആയിരിക്കും. മക്കൾ നമ്മളെക്കാൾ വളരുമ്പോൾ അതില് അഭിമാനമാണ് തോന്നുന്നത്. എന്റെ മോനെ കുറിച്ചോർത്ത് ഞാൻ ആദ്യമൊക്കെ കുറെ വേദനിച്ചിട്ടുണ്ട്. പക്ഷെ ആ വേദനകളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നിന്റെ വളർച്ച. നിന്റെ ഈ സ്ഥാപനത്തില് ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഒരഭിമാനമായിട്ടാണ് അച്ഛൻ കാണുന്നത്. ജീവൻ സാർ തനിച്ചിരുന്നപ്പോ തന്നെ റോക്കറ്റ് വേഗത്തിലെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നേ. ഇനിയിപ്പോ ഇത്രയും സ്മാർട്ടായ അച്ഛൻ കൂടെ ഉള്ളപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. ജീവൻ എല്ലാവർക്കും ഒരു അത്ഭുതം. പല ബിസിനസ്സുകാരും ജീവനെയും ജീവന്റെ വളർച്ചയും പറ്റി പഠിക്കാൻ ശ്രമിച്ചിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ പോലും ശ്രമിച്ച് പരാജയപ്പെട്ടതാ. അങ്കിളും കൂടെ ജീവന്റെ കൂടെ ഉണ്ടാവുമ്പോ സ്വാമി പറഞ്ഞ പോലെ അത്ഭുതങ്ങൾ ദിവസേന സംഭവിക്കും. താങ്ക് യു. റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞാലും മറ്റൊന്നിലും മനസ്സുറയ്ക്കാത്തതുകൊണ്ട് കൃഷിപ്പണിക്ക് ഇറങ്ങിയാലൊന്ന് ചിന്തിച്ചതാ. ഇറങ്ങുകയും ചെയ്തു. പക്ഷേ വിശ്രമകാലത്തെ ജീവിതമാണ് അച്ഛന് ഏറ്റവും മധുരകരമായി കിട്ടുന്നതെന്ന് മകൻ കരുതി. നേട്ടങ്ങൾ ഉണ്ടാവുമ്പോ ഏറ്റവും വേണ്ടപ്പെട്ടവരത് അനുഭവിക്കാന്നുള്ളത് നമുക്കൊരു സന്തോഷമല്ലേ അച്ഛാ. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ആരെന്റെ നേരെ മുഖം തിരിച്ചാലും എനിക്കത് പ്രശ്നമല്ല. ബെസ്റ്റ് വിഷസ് അച്ഛാ. താങ്ക് യു, താങ്ക് യു. ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഇപ്പോഴും അമ്മ വിശ്വസിച്ചിട്ടില്ലേ? മധുര നൊമ്പരക്കാറ്റ്